ഇറാനുമായി ഒരു ശക്തമായ ഏറ്റുമുട്ടൽ തുടരുമ്പോഴും അമേരിക്ക ഒരു പുതിയ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ക്യൂബയും കൈവശപ്പെടുത്തുക. ഇതൊരു യുദ്ധത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധമായി പരിണമിക്കുമോ എന്നാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിന് പിന്തുണയുമായി, അതായത് ഡെൻമാർക്കിന് പിന്തുണയുമായി ജർമ്മനി, ഫ്രാൻസ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിൽ ഫ്രാൻസ് തങ്ങളുടെ സൈനികരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. ഓപ്പറേഷൻ ആർട്ടിക് എൻഡുറൻസ് എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസം, ഈ രാജ്യങ്ങളുടെ സൈനിക അഭ്യാസങ്ങൾ ഇപ്പോൾ ഈ ഡെൻമാർക്കിന് നടത്തുവാനുള്ള ഒരു തീരുമാനം കൂടിയാണ്. ഇതൊരു അപകടകരമായ കളിയാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ക്യൂബ വളരെ വേഗത്തിൽ കൈക്കലാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് തന്റെ അടുത്ത ആളുകളോട് പറഞ്ഞതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പൊതുവെ ക്യൂബയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായി തന്നെ ക്യൂബയിൽ എല്ലാം നശിച്ചിരിക്കുന്നു. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധത്തിലുമാണ്. ഈ ഒരു സാഹചര്യം മുതലെടുക്കാനാണ് ട്രംപിന്റെ നീക്കം. ഇതിനിടയിൽ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ്, ഈ വെനസ്വേലയുടെ അതേ മാതൃകയിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്നത് ഇപ്പോൾ ഡെൻമാർക്ക് ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ റോഡുകളും മറ്റും തകർക്കുന്ന സ്ഫോടക വസ്തുക്കൾ കൂടുതലായി ശേഖരിക്കുകയും ഒപ്പം തന്നെ സൈനിക പരിശീലനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് യുദ്ധം ഇറാൻ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നൊരു വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.